2 ലക്ഷം രൂപ വായ്പയുടെ പേരിൽ കാസർഗോഡ് നീലേശ്വരത്ത് വയോധികയും കുഞ്ഞുങ്ങളും അടങ്ങുന്ന നിർധന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് കേരള ബാങ്ക്. ഒരു രാത്രി മുഴുവൻ വീടിന്റെ വരാന്തയിലാണ് കുടുംബം കഴിഞ്ഞത്. വായ്പാ തുക തിരിച്ചടയ്ക്കാൻ തയ്യാറാണെന്നും സമയം വേണമെന്നുമാണ് കുടുംബത്തിന്റെ അപേക്ഷ. വയോധികയായ ജാനകിയും 7-3 വയസ്സുള്ള പെൺകുട്ടികളും അടങ്ങുന്ന നിർധന കുടുംബം ഇന്നലെ രാത്രി മുഴുവൻ കഴിഞ്ഞത് വീടിന്റെ വരാന്തയിലാണ്. കർഷക തൊഴിലാളിയായ ജാനകിയുടെ മകൻ വിജേഷ് അമ്മയുമായി ആശുപത്രിയിൽ പോയ സമയത്താണ് കേരള ബാങ്ക് അധികൃതർ വീട്ടിലെത്തി സാധനങ്ങൾ പുറത്തിട്ട് ജപ്തി നോട്ടീസ് പതിപ്പിച്ച് മടങ്ങിയത്. അപ്പൊ നമുക്കിപ്പം താമസിക്കാനുള്ള സൗകര്യം വേറെ ഒരു വീടും സ്ഥലമൊന്നുമില്ല. ആകെ 26 സെന്റ് സ്ഥലവും വീടും മാത്രമേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ പുറത്താന്നില്ല, ഇതെല്ലാം ലോക്കാക്കി സീൽ വെച്ചിട്ടല്ലത്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ എല്ലാവരും പുറത്ത് കിടക്കുന്നു. ഇപ്പൊ സാധനങ്ങളെല്ലാം നമ്മൾ പുറത്തെടുത്തിട്ടല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞാണുള്ളത്. അവളാണ്, ഒരാൾ സ്കൂളിൽ 1ാം ക്ലാസ് പഠിക്കുന്നത്, മറ്റേ ചെറിയ അംഗൻവാടി പഠിക്കുന്ന ഒരു കൊച്ചാണെന്നില്ലേ. 2013 കൃഷി ആവശ്യത്തിനായി വിജേഷ് കേരള ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുത്തത്. 30,000 രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തു. പിന്നീട് അസുഖബാധിതനായതിനാൽ തിരിച്ചടവ് മുടങ്ങി. അതോടെ പലിശയും പിഴപ്പലിശയുമായി തുക 6 ലക്ഷത്തിലെത്തി. ഇതോടെയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നത്. തന്റെയും അമ്മയുടെയും രോഗാവസ്ഥ കാണിച്ച് തിരിച്ചടവിന് ചെറിയൊരു സാവകാശമെങ്കിലും അനുവദിക്കണമെന്ന് കാണിച്ച് വിജേഷ് കേരള ബാങ്കിൽ അപേക്ഷ സമർപ്പിച്ചെങ്കിലും കോടതി ഉത്തരവാണെന്ന് പറഞ്ഞ ബാങ്ക് അധികൃതർ കൈമലർത്തി. 7-3 വയസ്സുള്ള കുഞ്ഞുങ്ങളുമായി തെരുവിലേക്കിറങ്ങേണ്ട ഗതികേടിലാണ് ഈ നിർധന കുടുംബം. ജനം, കോഴിക്കോട്.